പ്രകൃതിയുടെ അപാര സൗന്ദര്യം കൊണ്ടറിയപ്പെടുന്ന മൂവാറ്റുപുഴയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെ കാളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ മനോഹര ഗ്രാമമാണ് ആയവനം. പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമജീവിതത്തിന്റെ മനോഹാരിതയും ഒത്തുചേർന്ന ഈ ഗ്രാമത്തിൽ അമ്പാട്ട് കുടുംബത്തിൽ ജെയിംസ് അന്നക്കുട്ടി ദമ്പതികളുടെ മകളായി ലാലി ജെയിംസ് ജനിച്ചു. ജെയിംസ്, ജോൺ, സണ്ണി, ജോസ് എന്നീ 4 സഹോദരന്മാരോടൊപ്പം കളികളും പൊട്ടിച്ചിരികളും സ്നേഹവും പങ്കുവെക്കലും പഠിച്ച ഒരു ലളിതവും മനോഹരവുമായ ബാല്യം. ആയവനയിലെ സീക്രട്ട് ഹാർട്ട് ഹൈസ്കൂൾ അവളുടെ സ്വപ്നങ്ങൾക്ക് ആദ്യ ചിറകുകൾ നൽകി. 1 മുതൽ 10 വരെയുള്ള സീക്രട്ട് ഹാർട്ട് സ്കൂൾ കാലയളവിൽ പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തിയ ഉത്തമ വിദ്യാർത്ഥിനി. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ PDC പഠനത്തിനു ശേഷം അധ്യാപികയാകാനുള്ള സ്വപ്നത്തിന് ചിറകുകൾ നൽകിയത് വാഴക്കുളം സെന്റ് ജോർജ് TTIയിലെ TTC പഠനമാണ്. ജനുവരി 28 എന്നത് ഒരു സാധാരണ ദിവസം പോലെ തോന്നിയേക്കാമെങ്കിലും ലാലി ടീച്ചറുടെ ജീവിതത്തിൽ അത് സ്വപ്നങ്ങൾക്ക് ചിറകേകിയ വിലപ്പെട്ട ദിനമായിരുന്നു. കോതമംഗല രൂപത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന പുത്തൻകുളം അച്ഛനിൽ നിന്നും അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈപ്പറ്റി വെളിയേച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഔദ്യോഗിക അധ്യാപന ജീവിതത്തിന് ടീച്ചർ തുടക്കം കുറിച്ചു. 100 കണക്കിന് കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചം തെളിയിച്ച ഒരു തുടക്കമായിരുന്നു അത്. 2003 മുതൽ 2006 വരെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരട്ടയാറിലും 2006 മുതൽ 2009 വരെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ ഊന്നുകല്ലിലും 2009 മുതൽ 2023 വരെ മാലിപ്പാറ ഫാത്തിമ മാതാ UP സ്കൂളിലും 2023 മുതൽ ഇന്നുവരെ നമ്മുടെ സ്വന്തം നെല്ലിമറ്റം സെന്റ് ജോസഫ് UP സ്കൂളിലും സേവനം ചെയ്തു വരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ക്ലാസ് മുറികളിൽ ഒരുപാട് തലമുറകൾ വളർന്നു. ഓരോ വിദ്യാലയത്തിലും ഒരു അധ്യാപിക എന്നതിലപ്പുറം കുട്ടികൾക്ക് ഒരു രക്ഷിതാവും വഴികാട്ടിയും കൂടിയായിരുന്നു ടീച്ചർ. ലാലി ടീച്ചറുടെ വാക്കുകളും പുസ്തകത്തിനപ്പുറത്തേക്കും ജീവിതത്തിലേക്കും കുട്ടികളെ നയിച്ചു. നല്ല ശീലങ്ങളും ജീവിതം നേരിടാനുള്ള ധൈര്യവും കുട്ടികൾക്ക് ഇന്നും ടീച്ചർ പകർന്നു പോരുന്നു. ശാന്തത, ക്ഷമ, സ്നേഹത്തോടെ ചേർന്ന കർശനത, ശിഷ്യസ്നേഹം, തികഞ്ഞ അച്ചടക്കം ഇവയാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ ടീച്ചറെ വ്യത്യസ്തയാക്കുന്നത്. ലാലി ടീച്ചറുടെ ഈ നിറപുഞ്ചിരി പല കുട്ടികളുടെ വിഷമങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെയുള്ള വാക്കുകൾ പല ജീവിതങ്ങൾക്കും ദിശ നൽകിയിട്ടുണ്ട്. ജീവിതത്തിന്റെ മറ്റൊരു മനോഹര ഭാഗം, സഹയാത്രികനും ശക്തമായ പിന്തുണയും നൽകിപ്പോരുന്ന ഭർത്താവ് റോയ് ജോസഫ്, വിവാഹിതയും UK-യിൽ എഞ്ചിനീയറുമായ ലിയ റോയും, BCom പാസ്സായി മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ജിയ റോയുമാണ് 2 മക്കൾ. അധ്യാപികയായും അമ്മയായും ജീവിതം തുല്യമായി അവൾ മനോഹരമാക്കുന്നു. പ്രിയപ്പെട്ട ടീച്ചർക്ക് ഒപ്പമുണ്ടായിരുന്ന ഈ മനോഹരമായ കാലയളവിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സഹപ്രവർത്തക എന്നതിലുപരി ഞങ്ങൾക്കൊന്നും ഊർജവും വഴികാട്ടിയുമായിരുന്നു ടീച്ചർ. അറിവ് പകർന്നു നൽകുന്നതിലും സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിലും ടീച്ചർ പുലർത്തിയ ആത്മാർത്ഥത ഞങ്ങൾക്കെന്നും മാതൃകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ കാലം ടീച്ചർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ടീച്ചറുടെ ചിരിക്കുന്ന മുഖവും സ്നേഹനിർഭരമായ വാക്കുകളും ഈ വിദ്യാലയത്തിന്റെ വരാന്തകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. എല്ലാവിധ നന്മകളും നേരുന്നു.